ഹരിയാനയിൽ പെൺകുട്ടിയെ ബോയ്സ് ഹോസ്റ്റലിലേക്ക് സൂട്ട് കേസിൽ കടത്താൻ ശ്രമം. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, ഇതൊരു കടന്ന കൈയായിപ്പോയി. ആ കുട്ടിക്ക് അതിനകത്ത് ശ്വാസം മുട്ടില്ലേ? ഇത് എന്താണ് ഇങ്ങനെ ചെയ്യാൻ കാരണം? ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്? സ്മിത, ഏറെ വിചിത്രമായിട്ടുള്ളൊരു സംഭവമാണ്. ഈ ഹരിയാനയിലെ OP ജിൻഡാൽ സർവകലാശാലയിലെ ബോയ്സ് ഹോസ്റ്റലിലാണ് ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ സ്യൂട്ട് കേസിനുള്ളിലാക്കി ഹോസ്റ്റലിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തിയത്. ഈ ഹോസ്റ്റലിനകത്തൂടെ തന്നെ ഈ സ്യൂട്ട് കേസ് കൊണ്ടുവരുന്ന സമയത്ത് ചില അസ്വാഭാവികത ഈ സ്യൂട്ട് കേസിന്മേൽ അവിടുത്തെ ഗാർഡുകൾ കണ്ടു. ഇതിൽ നിന്ന് ചില ശബ്ദങ്ങൾ വരുന്നതായി കാണുകയും ആ അസ്വാഭാവികത കണ്ടാണ് ഈ സ്യൂട്ട് കേസ് പരിശോധിക്കാനായി അവിടുത്തെ ഗാർഡുകൾ മുതിരുന്നതും. ഈ സ്യൂട്ട് കേസ് തുറക്കുമ്പോൾ അവരെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഇതിനകത്തൊരു പെൺകുട്ടി ഇരിക്കുന്നത് കാണുന്നതും. അങ്ങനെ ഒപ്പം നിന്ന് മറ്റ് അവിടുത്തെ വിദ്യാർത്ഥികളാണ് ആ ദൃശ്യങ്ങൾ പകർത്തിയത്. അങ്ങനെ ഈ സംഭവത്തിന്റെ ഈ ഒരു ദൃശ്യങ്ങൾ, ഈ പെൺകുട്ടിയെ സ്യൂട്ട് കേസിൽ നിന്ന് പെൺകുട്ടി പുറത്തിറങ്ങുന്നത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ വ്യാപകമായി പ്രചരിക്കുകയാണ്. എന്നാൽ വിദ്യാർത്ഥികൾ കുസൃതി കാണിച്ചതെന്നാണ് സർവകലാശാലയുടെ PR ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ ഈ സംഭവത്തിന് ഗൗരവം അടയ്ക്കാനാകാം ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ കുസൃതി എന്ന് പറഞ്ഞത് ആകാം. എന്തായാലും നിലവിൽ ഈ സംഭവത്തിൽ എന്താണ് ഇത്തരത്തിൽ പെൺകുട്ടിയെ സൂട്ട് കേസിനുള്ളിലാക്കി ഹോസ്റ്റലിലേക്ക് കൊണ്ടുവന്നത് എന്നതിന്റെ കാരണങ്ങളൊന്നും വ്യക്തമല്ല. എന്തായാലും ഗാർഡുകൾ ഇടപെട്ട് ഈ കുട്ടിയെ പുറത്തിറക്കുകയായിരുന്നു. ജീവൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. ഇതൊരു വല്ലാത്ത കുസൃതിയായിപ്പോയി അല്ലേ? ഈ സർവകലാശാല അധികൃതർ എങ്ങനെയാണ് PRO ഇതുപോലെ കുസൃതി കാണിച്ചതാണ് എന്നൊരു വിശദീകരണം നൽകുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. എന്തായാലും കുട്ടി ജീവനോടെ രക്ഷപ്പെട്ടു, അതുതന്നെ വലിയ കാര്യം. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.